നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ലണ്ടൻ ഓന്റാരിയോയിലെ പ്രമുഖ സംഘടനയായ കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ്ബ് വയനാട്ടിലെ ഹതഭാഗ്യരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒത്തുചേരുന്നു. കുട്ടികളിൽ സഹജീവി സ്നേഹവും കരുണയും വളർത്തുകയെന്ന സതുദ്ദേശത്തോടെ കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ്ബ് ഓഗസ്റ്റ് 10 ശനിയാഴ്ച പോപ്പുലർ ഹിൽ പാർക്കിൽ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് ഡേയോടനുബന്ധിച്ചാണ് വയനാട്ടിലെ കുട്ടികൾക്കായി കൈകോർക്കുന്നത്. ലണ്ടനിലെ എല്ലാ മലയാളി കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ഈ ഉദ്യമത്തോട് സർവാത്മന സഹകരിക്കണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു. ഈ വരുന്ന 10-ാം തീയതി പോപ്പുലർ ഹിൽ പാർക്കിൽ വെച്ച് നടക്കുന്ന സ്പോർട്സ് ഡേക്ക് നിങ്ങളും നിങ്ങളുടെ മക്കളും എല്ലാവരും ഈ ലണ്ടനിലുള്ള പരിസരമുള്ള എല്ലാവരും സഹകരിക്കണമെന്നും വരണമെന്നും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സ്പോർട്സ് ഡേയോടൊപ്പം വയനാട്ടിലുള്ള കുട്ടികളുടെ പഠനസഹായങ്ങൾക്കായി ഒരു ഫണ്ട്റൈസർ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകൊള്ളണം. സസ്കച്ചവനിൽ വാഹനാപകടം, മലയാളി മരണമടഞ്ഞു. റെജീനയിൽ നിന്നും 100 കിലോമീറ്റർ കിഴക്കുമാറി വോൾസെലയ്ക്ക് സമീപം 2 ട്രെയിലറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ലിജോ ഫ്രാൻസിസ് എന്ന 34-കാരനാണ് ദാരുണമായി മരണമടഞ്ഞത്. ശക്തമായ കൂട്ടിയിടിയിൽ ട്രെയിലറിന്റെ ഡ്രൈവർ ക്യാബിൻ നിശേഷം തകർന്നതാണ് അത്യാഹിതത്തിന് കാരണമായത്. കനത്ത മഴയും ആലിപ്പഴ വർഷവും കാൽഗറിയുടെ ജനജീവിതം താറുമാറാക്കി. പ്രദേശത്ത് നിർത്താതെ പെയ്ത മഴയും ആപ്പിൾ വലിപ്പത്തിലുള്ള ആലിപ്പഴ വർഷവും വീടുകൾക്കും കാറുകൾക്കും കാൽഗറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കി. കനത്ത മഴയും ഇടിമിന്നലും വീശിയടിച്ച കൊടുങ്കാറ്റും വിമാനത്താവളത്തിന് സാരമായ കേടുപാടുകൾ വരുത്തിയതോടെ വിമാനത്താവളത്തിലെ B-C ഗേറ്റുകളിലെ യാത്രക്കാരെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരായി. വിമാനത്താവളം ഭാഗികമായി അടച്ചിടുകയും ചെയ്തു. ടൊറന്റോയിലെ വർദ്ധിപ്പിച്ച ട്രാഫിക് ഫൈനുകൾ അധികഭാരമെന്ന ടൊറന്റോ നിവാസികൾ. ഓഗസ്റ്റ് 1 മുതൽ വർദ്ധിപ്പിച്ച പാർക്കിംഗ് ട്രാഫിക് ഫൈനുകൾ പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. പാർക്കിംഗ് ഫീ അടയ്ക്കാതെയുള്ള പാർക്കിംഗ് ഫൈൻ $30 നിന്നും $50 സൈക്കിൾ പാതയിൽ നിരോധിത വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് $60 നിന്നും $200 വർദ്ധിപ്പിച്ചിരുന്നു. നഗരഗതാഗത നവീകരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പുതിയ പരിഷ്കരണങ്ങൾ പൊതുജനത്തിന്റെ പോക്കറ്റ് കാലിയാക്കുമോ എന്ന ആശങ്കയിലാണ് ടൊറന്റോണിയൻസിൽ അധികവും. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കമല ഹാരിസ്. മിനിസോട്ട ഗവർണർ ടിം വാൾസിനെയാണ് നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിനെയും റിപ്പബ്ലിക്സിനെയും നേരിടാൻ ഡെമോക്രാറ്റ്സ് ആരെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന ആകാംക്ഷയിലായിരുന്നു ലോകം. ഒഹായോ സെനറ്റർ JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. കേരളം മദ്യനയത്തിൽ ഉപാധികളോടെ മാറ്റം വരുത്തും. ഡ്രൈഡേയിലെ മദ്യവിതരണത്തിലാണ് ഉപാധികളോടെ മാറ്റം വരുത്താൻ മദ്യനയത്തിന്റെ കരടിൽ ശുപാർശ നൽകിയത്. 1-ാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല. പകരം ടൂറിസം, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് അനുവദിക്കും. മദ്യവിതരണം എങ്ങനെയാകണമെന്നതടക്കം ചട്ടങ്ങളിൽ വ്യക്തത വരുത്തും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന ജാവലിൻ ത്രോയിൽ ആദ്യ ഏറിൽ തന്നെ ഫൈനലിന് യോഗ്യത നേടി നീരജ് ചോപ്ര. ഫൈനൽ യോഗ്യതയ്ക്ക് വേണ്ട ദൂരം 84 മീറ്റർ ആണെന്നിരിക്കെ ആദ്യ ശ്രമത്തിൽ തന്നെ 89.34 മീറ്റർ ദൂരം കുറിച്ചാണ് നീരജ് ഫൈനൽ പ്രവേശനം രാജകീയമാക്കിയത്. ഓഗസ്റ്റ് 8-നാണ് ഫൈനൽ മത്സരം. ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിൽ ഇടം നേടി ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടവും ഇനി വിനേഷ് ഫോഗട്ടിന് സ്വന്തം. വൈകുന്നേരം നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ ക്യൂബയുടെ ലോപ്പസ് ഗുസ്മാനെ തോൽപ്പിച്ച് വിനേഷ് പാരീസിൽ മെഡൽ ഉറപ്പിച്ചു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.